എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ നമ്മുടെ വീടുകളിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോർണിംഗ് വ്ലോഗാണ്. അപ്പോൾ രാവിലെ മോള് സ്കൂളിൽ പോകുന്നുണ്ട്. എല്ലാം ഒരു ഹറി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് രാവിലെ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് തന്നെ വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. രാവിലെ മോൾക്ക് കറക്റ്റ് ഒരു 6:45 അങ്ങനെ ആകുമ്പോഴത്തേക്കും സ്കൂൾ ബസ് വരും കേട്ടോ. അവൾക്ക് 7:30 ആകുമ്പോഴത്തേക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഒരു 6:45 ആകുമ്പോഴത്തേക്കും വണ്ടി വരും. അപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്ന ടൈം എന്ന് പറയുന്നത് നല്ല ജോലിയിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്ക് അങ്ങനെ എഴുന്നേൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ 5:15 5:20 ഒക്കെ ആകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 5:10 5 മണിയാകുമ്പോഴത്തേക്കും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന മോർണിംഗ് റുട്ടീന് പോലെയല്ല. നമ്മൾ ക്യാമറ ഓരോ ആംഗിളിൽ വെച്ചിട്ടെടുക്കുമ്പോഴും അതിൻ്റേതായ സമയം നമുക്ക് ഒരുപാട് നഷ്ടപ്പെടും. അതുകൊണ്ട് അധികം ലേറ്റ് ആവേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് നേരത്തെ ഞാൻ ഈ ഒരു ദിവസം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആവുക എന്നുള്ളതാണ് ഫസ്റ്റായിട്ടുള്ള റൊട്ടീനായിട്ട് നടക്കുന്നത്. കിച്ചണിലോട്ട് കയറിയിട്ട് ഞാൻ ആദ്യം നോക്കുന്നത് ഇന്നലെ അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പുളിച്ച് വന്നിട്ടുണ്ടോ എന്നൊക്കെയായിരുന്നു ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഈസ്റ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പം പുളിച്ച് പൊങ്ങാനായിട്ട് കുറച്ച് ഈസ്റ്റ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു പുളിച്ച് വരുമോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ നോക്കിയിരുന്നത് കേട്ടോ. പക്ഷേ മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു അപ്പത്തിന് മാച്ചാവുന്ന ഒരു കറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കറി ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ സ്റ്റൂ എന്ന് പറയുന്നത് എല്ലാ പച്ചക്കറികളൊന്നും ഞാൻ ഇടുന്നില്ല. കാരണം നമുക്ക് കൂടുതൽ സമയമില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും അതേപോലെ പച്ചമുളകും ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ള കറി വയ്ക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഓഫീസിൽ പോക്കും സ്കൂളിലൊക്കെ പോക്കൊക്കെ ആ ഒരു തിരക്കുള്ള സമയങ്ങളിൽ കഴിക്കുക എന്നുള്ളത് വളരെ കുറവാണ്. മോളാണെന്നുണ്ടെങ്കിൽ ഒട്ടും കഴിക്കില്ല. അവൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വളരെ കുറവാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ തന്നെ അത് ഓക്കെയാണ്. ഞാൻ ലീവുള്ള ദിവസങ്ങളിൽ മാത്രമേ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും അതായത് ഉരുളക്കിഴങ്ങിൻ്റെയും സവാളയുടെയൊക്കെ തൊലിയൊക്കെ ഞാൻ ആദ്യം ഒന്ന് കളഞ്ഞെടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകൊക്കെ കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇത് കുക്കറിലിട്ടിട്ട് പെട്ടെന്നൊന്ന് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഒരു 2-3 വിസിലുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ. രാവിലെയൊക്കെ ഈ ഒരു കറി ഹറിബറിയായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. കുക്കറിൽ നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള തേങ്ങ എടുക്കുക. അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ടെടുക്കുക കേട്ടോ. ഇതിൽ മുളകോ ഉപ്പോ മഞ്ഞളോ മുളകോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് പ്ലെയിൻ ആയിട്ട് അങ്ങ് അരച്ചെടുത്താൽ മാത്രം മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ സവാളയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇതുപോലെ തന്നെ കറിയിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർ ഈ തേങ്ങയ്ക്ക് പകരമായിട്ട് ഈ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ അരിച്ചെടുക്കുമല്ലോ, എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമല്ലോ, അങ്ങനെ ചേർക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് എന്ന് പറയുന്നത് ഭയങ്കര ലൂസായിരിക്കും, ഒട്ടും കട്ടി ഉണ്ടാവില്ല. അപ്പോൾ തേങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും തേങ്ങ മുഴുവനായിട്ടാണ് ചേർക്കാറ്, തേങ്ങാപ്പാൽ ചേർക്കാറില്ല. എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് കുക്കറിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ലച്ചുവിനെ ഞാനിന്ന് സ്കൂളിലോട്ട് കൊടുത്തു വിടുന്നത് സ്വീറ്റ് കോണാണ് കേട്ടോ. അവൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്നത് ഞാൻ കൊടുത്തയക്കുന്നേ ഉള്ളൂ, ഒട്ടും കഴിക്കില്ല. അതിനും നല്ലത് ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിച്ചോളും. രാവിലത്തെ ഇഡ്ഡലി പുട്ട് എന്നാലും കഴിക്കും. ദോശ ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുത്തയച്ചാൽ കഴിക്കില്ല കേട്ടോ. അത് കൊടുത്തയച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് കോൺ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുന്നു സ്വീറ്റ് കോൺ കൊടുത്തു വിടാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്വീറ്റ് കോൺ ആദ്യം ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, നല്ല കട്ടിയാണ് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനൊന്ന് ശക്തി കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. എങ്കിലും നമുക്ക് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് കുറുക്കിയെടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് നല്ല കറിവേപ്പിലയും ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് കറി ഒരു 2-3 മിനിറ്റോ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. കാരണം നമുക്ക് ഈ ഒരു കുക്കറിൽ വേണം നമ്മുടെ സ്വീറ്റ് കോൺ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. ഇനി കുക്കർ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വേഗം തന്നെ സ്വീറ്റ് കോൺ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട്
മോൾക്ക് സ്കൂളിൽ 2 ബ്രേക്ക് ഉണ്ടാവും കേട്ടോ. ആദ്യത്തെ ബ്രേക്കിന് ഞാൻ കൊടുത്തു വിടുന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്നാക്കാണ് കേട്ടോ. അത് അന്ന സമയത്ത് കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ബ്രെഡ് മുട്ടയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. ബ്രെഡ് ഇതുപോലെ ന്യൂട്ടെല്ല തേച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് കഴിച്ചോളും കേട്ടോ. പിന്നെ രണ്ടാമത്തെ ബ്രേക്കിനാണ് സ്വീറ്റ് കോൺ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് ഞാൻ കല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ടിട്ട് നമുക്ക് ന്യൂട്ടെല്ല ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലച്ചുവിന് വേണ്ടിയിട്ടുള്ള ഒരപ്പം ഞാൻ കല്ലിൽ വെച്ചിട്ട് പെട്ടെന്നൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ ലച്ചു ഓരോരോ കാര്യങ്ങൾക്കായിട്ട് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഷർട്ടിൻ്റെ ബട്ടൺ ഇടാനും അതുപോലെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കാനായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യാറ്. അതൊക്കെ നീറ്റിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് ചില ദിവസങ്ങളിൽ സ്കൂളിൽ അസംബ്ലി ഉണ്ടാവും. അപ്പോൾ അസംബ്ലിക്ക് നീറ്റായിട്ട് നിൽക്കണം കേട്ടോ. എന്നുണ്ടെങ്കിൽ അവർ ചെക്കൊക്കെ ചെയ്തിട്ട് വഴക്ക് പറയും. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കാറ്. അതിനിടെ ലച്ചുവിൻ്റെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പതുക്കെ ഒരു പാത്രത്തിലോട്ടങ്ങ് മാറ്റി കൊടുത്തേക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സ്വീറ്റ് കോൺ നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് 2-3 വിസിൽ കൊണ്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അത് ഞാൻ ചൂട് മാറാനായിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതൊക്കെ ഭയങ്കര സ്പീഡിലാണ് ചെയ്യുന്നത്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പതുക്കെ സ്പീഡ് കുറച്ചിട്ടാണ് കേട്ടോ പറയുന്നതും ഈ വീഡിയോസ് കാണിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് പതുക്കെ ആ ഒരു അപ്പവും നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാ അമ്മമാർക്കും അറിയുന്നത് തന്നെയായിരിക്കും. രാവിലെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്തുള്ള ആ ഒരു ഹറി കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും കേട്ടോ. ലച്ചുവിന് സാധാരണയുള്ള ദിവസങ്ങളിൽ വൈറ്റ് ആൻഡ് നേവി ബ്ലൂ ആണ് കേട്ടോ യൂണിഫോം. ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് കംപ്ലീറ്റ് വൈറ്റ് ആണ്, ഫുൾ വൈറ്റിലാണ് ഇന്ന്. ഷൂ ആയാലും യൂണിഫോം ആയാലും എല്ലാം വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും അഴുക്കാക്കരുത്, ഇതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ അവളുടെ മുടി നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ലച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. സാധാരണ ലീവുള്ള ദിവസങ്ങളിൽ അവൾ തന്നെ ഒറ്റയ്ക്ക് കഴിച്ചോളും. അതിപ്പോൾ അപ്പമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് 1-2 എണ്ണം കഴിച്ചോളും കേട്ടോ. പക്ഷേ ഇതുപോലുള്ള സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ രാവിലെ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വാരി കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ വാരി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 തവണയൊക്കെ അവൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ എല്ലാ ദിവസവും ഞാൻ തന്നെ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ ഇതുപോലെ അങ്ങോട്ട് വാരി കൊടുക്കും. ആകെ മൊത്തം ഒരു മടി പിടിച്ചിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ലച്ചു ഇരുന്നിട്ടുള്ളത്. ഉറക്കൊന്നും കറക്റ്റായിട്ട് റെഡി ആയിട്ടില്ല. അതിൻ്റെ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അവൾക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പതുക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം നമ്മുടെ സ്കൂൾ ബസ് വരാറായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവൾക്കുള്ള ടൈ, അതുപോലെ ടാഗ്, പിന്നെ സോക്സ് ഇതൊക്കെ റെഡിയാക്കി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ടൈം ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ മാറ്റി മറിച്ചും എടുക്കുന്ന സമയത്ത് ടൈം ഒരുപാട് അങ്ങ് പോകും. അപ്പോൾ സമയം ഏകദേശം നോക്കുന്ന സമയത്ത് ഏകദേശം ബസ് വരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ലച്ചുവിന് സ്കൂളിൽ പോകാനായിട്ട് ഈ ഒരു ബിൽഡിംഗ് തന്നെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ കൂടെ പോകാനായിട്ട്. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കാര്യത്തിലും വരുന്നതിലൊന്നും ബുദ്ധിമുട്ടില്ല. ഒറ്റയ്ക്കല്ല, കൂടെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവൾ ആദ്യം ഈ ഒരു ബ്ലാക്ക് ഷൂ ആണ് കേട്ടോ എടുത്തിടുന്നത്. കംപ്ലീറ്റ് വൈറ്റ് ആണിന്ന്, പക്ഷെ ഓർമ്മിക്കാതെ ബ്ലാക്ക് ഷൂ ഇട്ട് പോകുന്നതാണ്. പിന്നീട് അവൾ തന്നെ ഓർമ്മിച്ചത് മാറ്റുന്നുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴാണ് അവൾ ഓർക്കുന്നത് വൈറ്റ് ആണ് ഇന്ന് ഇടേണ്ടുന്നത്. അപ്പോൾ പുള്ളിക്കാരി തന്നെ പതുക്കെ അത് ചേഞ്ച് ചെയ്തിട്ട് ഇടുകയാണ് കേട്ടോ. അങ്ങനെ ലച്ചു സ്കൂളിലും പോയി. ഷേതു നല്ല ഉറക്കമാണ്. ഇനി ഞാൻ എൻ്റേതായ കാര്യങ്ങളിലോട്ട് നീങ്ങുകയാണ് കേട്ടോ. ഇതുവരെ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ഞാനൊരു ഡീറ്റോക്സ് വാട്ടറിലാണ് എൻ്റെ മോർണിംഗ് റൊട്ടീന് സ്റ്റാർട്ട് ചെയ്യുന്നത്. തലേന്ന് കുറച്ച് ചിയ സീഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ കസ്കസ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഇളം ചൂടുള്ള വെള്ളത്തിൽ അത് കലക്കിയിട്ട് കുടിക്കാനോട്ട് ചെയ്യാം. സാധാരണ ഇതിലോട്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കാറുണ്ട്. പക്ഷേ ഇപ്പം നോക്കിയപ്പോഴാണ് കാണുന്നത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രം രണ്ടും കുടിക്കുകയാണ്. അപ്പോൾ എങ്ങനെയോ കുടിച്ച് തീർക്കണം കേട്ടോ. സാധാരണ ചെറുനാരങ്ങയുടെ ആ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് ചിയ സീഡ്സിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്ര അറിയാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് രണ്ടും മാത്രമാകുമ്പോൾ ശരിക്കും അത് അറിയാനുണ്ട് കേട്ടോ. കംപ്ലീറ്റ് കുടിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 3/4 ഭാഗത്തോളം കുടിച്ചിട്ട് ഞാനവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനിത് കുടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 2 മാസം കൊണ്ട് ഏകദേശം ഒരു 5-6 കിലോളം വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോടെ തന്നെ. അപ്പോൾ എൻ്റെ അത്യാവശ്യം നന്നായിട്ട് വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അത് പതുക്കെ കുറച്ചു. അപ്പോൾ അവരുടെ തരുന്ന ആദ്യത്തെ ഡീറ്റോക്സ് വാട്ടറാണിത് കേട്ടോ. നമ്മൾ മോർണിംഗിൽ ഈ ഒരു ഡീറ്റോക്സ് വാട്ടർ കുടിച്ചിട്ട് വേണം നമ്മൾ ഒരു
ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഒന്ന് ഫ്രഷായി അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. 2 അപ്പമാണ് കേട്ടോ, 2 അപ്പവും അതിനുള്ള സ്റ്റ്യൂവും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കറി ഉണ്ടല്ലോ അതും കൂട്ടിയാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിയുണ്ട് ചെയ്ത് തീർക്കാനായിട്ട്. ഷേത്തു എഴുന്നേറ്റെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല കേട്ടോ, അവളുടെ സൗണ്ട് കാരണം പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എഡിറ്റിങ്ങിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. രാവിലത്തെ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വീഡിയോയിൽ തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം നിങ്ങൾക്ക്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതേപോലെ സബ്സ്ക്രൈബും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.